നമ്മുടെ ഹോസ്പിറ്റലിൽ ലോങ് ടൈം കിടക്കേണ്ടി വരുന്ന അല്ലെ നമ്മുടെ ബെഡ് റിഡൺ പേഷ്യൻസ്, ഹോം കെയറിലുള്ള പേഷ്യൻസ് ഒക്കെ പലപ്പോഴും പ്രഷർ അൾസറിൻ്റെ പിടിയിൽപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബെഡ് സോർ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ പലപ്പോഴും നമുക്ക് ബ്രാഡൻ സ്കെയിലോ ഡിഫറെൻറ്റ് 2-3 ടൈപ്പ് ഓഫ് പ്രഷർ അൾസർ സ്കെയിലിംഗ് മെക്കാനിസംസ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്കെയിലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഒരു വേഴ്സണിങ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് തടയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബെഡ് സോറിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അല്ല, പലപ്പോഴും നമുക്ക് ബാർഡൻ സ്കെയിൽ അങ്ങനെ പല സ്കെയിലുകളെ കുറിച്ച് പറഞ്ഞാൽ ഇത് ആക്ച്വലി എന്താ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഈ സ്കെയിലുകൾ ഇപ്പോൾ 18 ഓർ ബിലോ ആണെങ്കിൽ റിസ്ക് ഫാക്ടറാണ്, 15 to 18 മോഡറേറ്റ് ആണ്. അത് എത്ര പേർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്? അത് ചോദിക്കുമ്പോൾ വളരെ രസമാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ പലപ്പോഴും പഠിക്കാത്തത്. എന്നാൽ അത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. അതിന് നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മുടെ ഇന്ന് QR കോഡ് ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് QR കോഡ്. കുറച്ച് മുമ്പ് നമ്മൾ QR കോഡിൻ്റെ 30% ഡാമേജ് ആയാലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനകത്ത് കറക്ഷൻ മെക്കാനിസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താ QR കോഡ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഫുൾ ഫോമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താ? എത്ര പേർക്കറിയാം? കൈവൊക്കെ ഓക്കെ. നോബഡി ഈസ് ദെയർ എന്ന് പറയുന്ന ഒരു മോശം അതിനെ പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ്. പണ്ട് കാലങ്ങളിൽ ബാർ കോഡ് ഉപയോഗിച്ചിരുന്നു. ബൈനറി കോഡിംഗ് തന്നെയാണ്. QR കോഡിലും ബൈനറി കോഡിംഗ് തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്കൊരു URL-ഓ ഹ്യൂജ് ഡേറ്റ നമുക്കിവിടെ 4720ഓളം ആൽഫബറ്റ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ടൊരു QR കോഡ്, സ്റ്റാൻഡേർഡ് QR കോഡിന് പറ്റും. സോ ഒരു URL കൊടുക്കാനോ ഒരു ആക്ഷൻ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാനോ ഒരു ഫുൾ കണ്ടന്റ് ഉള്ള റെസ്പോൺസ് URL ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ഈ QR കോഡിൽ പറ്റും. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടൊയോട്ട എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ ഇൻറ്റേർണൽ സ്പെയർ പാർട്സിൻ്റെ ഹാൻഡ്ലിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു QR കോഡ് ഫെസിലിറ്റി ഇന്ന് ലോകം മുഴുവനും മാറ്റിമറിച്ച ഒരു സ്റ്റാൻഡേർഡായിട്ട് മാറി. ഓർക്കണേ, ഒരു സ്റ്റോർ കീപ്പർ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിലെ സ്പെയർ പാർട്സുകളെ മാനേജ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു സംവിധാനം, അതൊരു ഗെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ആ ഗെയിമിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചറുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സംവിധാനം ഇന്ന് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന QR കോഡ് എന്ന് പറയുന്നു. അതിൻ്റെ ഫുൾ ഫോം പോലും നമ്മൾ അന്വേഷിച്ചിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ അനുദിന ജീവിതത്തിൽ കടന്ന പല കാര്യങ്ങളെയും പഠിക്കാൻ മറന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് പെടരുത്. പ്രഷർ അൾസറിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. സ്കെയിലിങ്ങിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ബാർഡൻ സ്കെയില് നമുക്ക് ഒരു എന്താ പറയുക, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നത് നാഷണലി അക്സെപ്റ്റഡ് സ്കെയിലാണ്. COP16C, the organization identifies and manages patients who are at risk of developing or worsening of pressure ulcer. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് ഒരു നാഷണൽ പ്രഷർ അൾസർ അഡ്വൈസറി പാനൽ അതിൻ്റെ സ്റ്റേജിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 15 to 8 നമ്മൾ പറഞ്ഞു, അതിനൊക്കെ താഴോട്ട് വരുമ്പോൾ 13 to 15 ആ ഒരു സ്കെയിലിങ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും വേഴ്സ് ആയുള്ള സിറ്റുവേഷനിലേക്ക് പേഷ്യൻ്റ് പോകുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഒരു റിസ്ക് ഫാക്ടറിനെ മാനേജ് ചെയ്യുന്നതിനും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ റിട്ടേൺ ഡോക്യുമെൻ്റ് ഉണ്ടാകണം. ഇതൊരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. എഴുതപ്പെട്ട നിയമാവലി ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാം. COP16C.